നമ്മൾ ഇന്ന് NSQF പഠിക്കുന്ന കമ്പാരേറ്റർ, അതായത് നമ്മൾ മുമ്പ് പഠിച്ചത് മുഴുവൻ ഇൻവെർട്ടിംഗ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്നുള്ള രണ്ട് ആപ്ലിക്കേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ആംപ്ലിഫയർ. ഇനി ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കമ്പാരേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ കമ്പാരേറ്റർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ മെയിൻ പരിപാടി, രണ്ട് ഇൻപുട്ടിൽ നമ്മൾ സിഗ്നൽ കൊടുക്കും, ആ ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ ഔട്ട്പുട്ടായിട്ട് തരും. ഇത് പ്രകാരം ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ രണ്ട് ഇൻപുട്ടുകൾ, ഒന്ന് നോൺ ഇൻവെർട്ടിങ്ങും ഒരെണ്ണം ഇൻവെർട്ടിങ്ങും. നോൺ ഇൻവെർട്ടിംഗിൽ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. ഇനി ഇൻവെർട്ടിംഗിലാണ് വോൾട്ടേജ് കൂടുതൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്ന വോൾട്ടേജ് ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. ഇതാണ് കമ്പാരേറ്ററിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ. ഇത് അനദർ ലെവൽ ഓഫ് സ്റ്റേജ് ആണ്. അതിന്റെ ഒരു ഡയഗ്രാം അവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽട്ടർ, വോൾട്ടേജ് റെഗുലേറ്റർ അങ്ങനെ പോകുന്ന ഒരു ഡയഗ്രാം. ഇതൊരു ചാർജർ സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവർ സപ്ലൈ സർക്യൂട്ടിന്റെയോ ഇന്റേണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതായത് മെയിൻ ആയിട്ടുള്ള അതിന്റെ പവർ സപ്ലൈ ചെയ്യുന്ന ഭാഗം, ചാർജറിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അത് പ്രകാരം ഫസ്റ്റ് തന്നെ ചാർജറിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പവർ സപ്ലൈകളുടെ ആദ്യത്തെ സ്റ്റേജ് തന്നെ ട്രാൻസ്ഫോമർ ആയിരിക്കും. ട്രാൻസ്ഫോമർ AC യിലാണ് വർക്ക് ചെയ്യുക, നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫോമറിന്റെ മെയിൻ ജോലി ഒരു സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യലാണ് ഇവിടെ. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ പ്രൈമറി സൈഡും അതിൽ കറന്റ് സപ്ലൈ കൊടുക്കുന്ന പ്രൈമറി സൈഡിനും സെക്കൻഡറി സൈഡിനും നമ്മളൊരു വേർതിരിവ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ രണ്ട് ധർമ്മങ്ങളാണ് ഇവിടെ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് റെക്ടിഫയർ സ്റ്റേജ്. റെക്ടിഫയർ സ്റ്റേജിൽ നമ്മൾ ഡയോഡുകൾ വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. 2 ഡയോഡ് കോമ്പിനേഷൻ അല്ലെങ്കിൽ 4 ഡയോഡ് കോമ്പിനേഷൻ. അത് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ചാർജർ സർക്യൂട്ടിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇവ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ റെക്ടിഫിക്കേഷൻ പരിപാടി, അതായത് AC-നെ DC ആക്കുന്ന പരിപാടി, അതാണ് റെക്ടിഫയർ സ്റ്റേജിൽ ചെയ്യുന്നത്. ഇനി റെക്ടിഫയർ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ഒരു പൾസേറ്റിംഗ് DC ആയിരിക്കും, ഒരിക്കലും പ്യുവർ DC, സ്ട്രേറ്റ് ലൈൻ DC അല്ലാത്തതുകൊണ്ട് ഒരു ഫിൽറ്റർ സ്റ്റേജ് ആഡ് ചെയ്യേണ്ടി വരുന്നു. ഫിൽറ്റർ സ്റ്റേജ് ആയിട്ട് ഒരു കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ ഈ AC കമ്പോണൻസിന് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് അതിനെ ഓൾമോസ്റ്റ് പ്യുവർ DCയിലാക്കാൻ ഉദ്ദേശിക്കും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് വോൾട്ടേജ് റെഗുലേറ്റർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി നിൽക്കണം. ഇൻപുട്ടില് വോൾട്ടേജ് ചേഞ്ച് ഉണ്ടായാലും അതുപോലെ ലോഡില് റെസിസ്റ്റൻസ് മാറിയാലും ടെമ്പറേച്ചറിൽ മാറ്റം വന്നാലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി നിർത്തലാണ് ഈ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന സ്റ്റേജിന്റെ പരിപാടി. ഈ വോൾട്ടേജ് റെഗുലേഷൻ കൊടുക്കുന്നത് ബേസിക്കലി രണ്ട് രീതിക്കുണ്ട്. ഒന്ന് ലൈൻ റെഗുലേഷൻ എന്ന് പറയും, രണ്ടാമത്തെ ലോഡ് റെഗുലേഷൻ എന്ന് പറയും. അപ്പൊ മെയിൻലി ഈ രണ്ട് റെഗുലേഷൻസ് ആണ് നമുക്ക് ഇനി തുടർന്ന് താഴേക്കുള്ളതായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ലൈൻ റെഗുലേഷൻ ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുക, എപ്പോൾ ഇൻപുട്ടിലെ വോൾട്ടേജ് വാരി ചെയ്യുന്ന നേരത്തെ. ലോഡ് റെഗുലേഷൻ ആണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ലോഡ് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്ന സാധനത്തിന്റെ ലോഡ്, അതാണ് ലോഡ് എന്ന് നമ്മൾ പറയുന്നത്. അതിലെന്തെങ്കിലും റെസിസ്റ്റൻസ് വേരിയേഷൻ ഉണ്ടെങ്കിലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്ന പരിപാടിക്കാണ് നമ്മൾ ലോഡ് റെഗുലേഷൻ എന്ന് പറയും. ഇനി അതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷനും ഇവിടെ തന്നിട്ടുണ്ട്. ലൈൻ റെഗുലേഷൻ ആണെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ കാണാണ്ട് പഠിക്കണം. V no load മൈനസ് V full load ഡിവൈഡഡ് ബൈ V no load ഇൻറ്റു 100. ഇതെല്ലാതും പേഴ്സൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ലോഡ് റെഗുലേഷൻ ആണ് വരുന്നതെങ്കിൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, ഇൻറ്റു 100. ഓക്കെ, ഇതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോ എന്താണ് ലൈൻ റെഗുലേഷൻ, എന്താണ് ലോഡ് റെഗുലേഷൻ, അവയുടെ ഇക്വേഷൻസ്, അതുപോലെ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്.